ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ സംഖ്യാബന്ധങ്ങൾ എന്ന് പറഞ്ഞ 9ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 134 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ചുവടെയുള്ള സംഖ്യകളുടെയെല്ലാം ഏറ്റവും വലിയ പൊതുഘടകവും മറ്റു പൊതുഘടകങ്ങളും കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തെ സംഖ്യകൾ ഏതൊക്കെയാണ്? 45ഉം 75ഉം ആണ് അല്ലേ. 45ലും 75ലും പൊതുവായിട്ട് വരുന്ന ഘടകം ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെ ഘടകങ്ങളാണ് പൊതുവായിട്ട് വരുന്നത്, അതിൽ വലുത് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നുകിൽ നമുക്ക് 45ൻ്റെ എല്ലാ ഘടകങ്ങളും എഴുതുക, എന്നിട്ട് 75ൻ്റെ എല്ലാതും എഴുതുക, അതിൽ പൊതുവായിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞത് 45നെയും 75നെയും നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതുക. വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായിട്ട് എഴുതുക, എന്നിട്ട് അതിൽ നിന്ന് പൊതുഘടകം കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 45നെയും 75ൻ്റെയും പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. അതായത് അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, 45നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ ചെറുതായിട്ട് കാണിക്കാം. നോക്കൂ, 45 എന്നുള്ളതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് നോക്കൂ. ആദ്യം 45ൽ 2 ഉണ്ടോ നോക്കുക. 2 പൂർണ്ണമായിട്ട് പോകില്ല അല്ലേ, ശിഷ്ടം വരും. അപ്പോൾ 3 നോക്കാം. 3 ഉണ്ട്, 3 കറക്റ്റ് പോവും. അപ്പോൾ നോക്കൂ, 45ൽ എത്ര 3 ആണ്? 4ൽ ഒരു 3, ശിഷ്ടം 1. 15ൽ 5 3, അങ്ങനെ 15 എന്ന് കിട്ടില്ല. അപ്പം 45ൻ്റെ താഴെ 15 എന്ന് എഴുതുക. ഇനി 15ൽ 3 ഇല്ലേ, എത്ര ഉണ്ട്? 5 ആണ്. അപ്പോൾ താഴെ 5 എന്ന് എഴുതുക. അപ്പോൾ 45 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 × 3 × 5 അല്ലേ. 3 2 തവണ, അതായത് 3⁻2 × 5 എന്ന് എഴുതാൻ പറ്റും. ഇനി 75നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? 75ൽ 3 ഉണ്ട് അല്ലേ. എത്ര തവണയാണ്? 25 3 75 എന്ന് പറഞ്ഞത്. അപ്പോൾ 75ൻ്റെ താഴെ 25 എന്ന് എഴുതുക. ഇനി 25ൽ 3 ശിഷ്ടം വരും, അതുകൊണ്ട് 3 കൊണ്ട് പറ്റൂല. പിന്നെ 5 പറ്റൂല. 5 എത്ര ഉണ്ട്? 5 5 ആണുള്ളത്. അപ്പോൾ താഴെ 5 എന്നും എഴുതാം. അപ്പോൾ 75 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 × 5 × 5 എന്ന് എഴുതാം അല്ലേ. ഇനി നോക്കൂ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? ഒരു 3 രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അതുപോലെ ഒരു 5ഉം രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ പൊതുഘടകം ഏതൊക്കെയാണ്? 1 എല്ലാത്തിലും ഉള്ളതാണ് അല്ലേ. അപ്പോൾ 1 എന്ന് എഴുതാം. പിന്നെ 3 ഉണ്ട്, 5 ഉണ്ട്. ഇനി അത് ഗുണിച്ചത് 3 × 5, അതായത് 15ഉം പൊതുഘടകമായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പം 45ലും 75ലും പൊതുവായിട്ട് വരുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 3 5 15. ഇനി അതിലെ വലിയ പൊതുഘടകം ഏതാണപ്പോൾ? 15 ആണ് അല്ലേ. ഇനി അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കൂ. 225ഉം 275ഉം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 225നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നോക്കൂ, 225 എന്നുള്ളതിൽ 2 ഇല്ല, 3 ഉണ്ടല്ലോ. 3 കറക്റ്റായിട്ട് പോകുമല്ലോ. എത്ര 3 ആണുള്ളത്? 75 3 ആണുള്ളത് അല്ലേ. ആദ്യം 22ൽ നോക്കുക. അപ്പോൾ 7 3 21, ശിഷ്ടം 1, 15ൽ 5, അങ്ങനെ 75 എന്ന് എഴുതാൻ പറ്റും. ഇനി 75ലും 3 ഉണ്ട്. എത്ര 3 ഉണ്ട്? 25 3 ആണ് 75 എന്ന് പറഞ്ഞത്. ഇനി 25ൽ 3 കറക്റ്റായിട്ട് പോകില്ല, 5 പോകുമല്ലോ. എത്ര 5 ആണുള്ളത്? 5 5 ആണുള്ളത് അല്ലേ. അപ്പോൾ താഴെ 5 എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, 225 എന്നുള്ളതിനെ നമുക്ക് ഇനി എങ്ങനെ മാറ്റി എഴുതാം? 3 × 3 × 5 × 5 എന്ന് എഴുതാൻ പറ്റും. അതായത് 3⁻2 × 5⁻2 അല്ലേ. 3 2 തവണയാണ്, 5 2 തവണയാണ്. അപ്പോൾ 3⁻2 × 5⁻2 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ 275 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 275ൽ 5 ഉണ്ട് അല്ലേ. എത്ര 5 ഉള്ളത്? 27ൽ 5 5 25, ശിഷ്ടം 2 25ൽ 5, അങ്ങനെ 55 എന്ന് എഴുതാം അല്ലേ. 275ൻ്റെ താഴെ 55 എന്ന് എഴുതാം. 55 5 അല്ലേ 275 എന്ന് പറഞ്ഞാൽ. ഇനി 55ലും 5 ഉണ്ട്. എത്ര 5 ഉള്ളത്? 11 5 ആണുള്ളത് അല്ലേ. ഇനി 11നെ ചെറുതാക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്? അതൊരു പ്രൈം നമ്പർ ആണല്ലോ, ഒരു അഭാജ്യ സംഖ്യയാണ്, അതുകൊണ്ട് അത് ചെറുതാക്കേണ്ട. അപ്പോൾ 275 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 5 × 5 × 11 അല്ലേ. 5 × 5 എന്ന് പറയുമ്പോൾ 2 5 ആണ്. അപ്പോൾ 5⁻2 5⁻2 × 11 എന്ന് എഴുതാം. ഇനി നോക്കൂ, ഇതിൽ രണ്ടിലും പൊതുവായിട്ട് വരുന്നത് ഏതാണ്? 5⁻2 ആണ് അല്ലേ രണ്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5⁻2ൻ്റെ ഘടകങ്ങളൊക്കെ ഇതിൻ്റെ പൊതുഘടകങ്ങളായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? 1ഉം 5ഉം 5⁻2 അല്ലേ. അതായത് 1 5 25, 5⁻2 എന്ന് പറഞ്ഞാൽ 5 × 5 25 ആണ്. അപ്പോൾ 1ഉം 5ഉം 25 ആണ് അതിൻ്റെ പൊതുഘടകങ്ങൾ എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ പൊതുഘടകം അപ്പോൾ ഏതായിരിക്കും? അതിലുള്ള വലുത്, അതായത് 25 ആണ് വലിയ പൊതുഘടകം എന്ന് പറയുന്നത്. ഇനി അടുത്ത സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കൂ. 360ഉം 300ഉം ആണ് അല്ലേ. അപ്പോൾ അത് നോക്കൂ, ആദ്യം നമുക്ക് 360നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമുക്ക് 360ൽ 2 ഉണ്ട് അല്ലേ. എത്ര 2 ആണുള്ളത്? 180 അല്ലേ. 3ൽ ഒരു 2 ശിഷ്ടം 1, 16ൽ 8 2, പിന്നെ 0, അങ്ങനെ 180 എന്ന് എഴുതാൻ പറ്റും.
180ലും 2 ഉണ്ടല്ലോ. എത്ര രണ്ടാണുള്ളത്? 18ൽ 9 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ 90 രണ്ടാണുള്ളത് അല്ലേ. 90ലും 2 ഉണ്ട്. എത്രയാണ്? 45ആണ്. 45ൽ 2 കറക്റ്റ് പോകില്ല, ശിഷ്ടം വരും. അതുകൊണ്ട് തന്നെ 3 നോക്കാം. 3 ഉണ്ടല്ലോ. എത്ര 3ആണ്? 15 3ആണ് 45. 15ലും 3 ഉണ്ട്. എത്ര 3 ഉണ്ട്? 5 3ആണ് 15. അപ്പോൾ അങ്ങനെ നമുക്ക് താഴെയായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഇനി നോക്കൂ, പിന്നെ 360 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 3 × 3 × 5 എന്ന് എഴുതാം. അതായത് 2 3 തവണ 2⁻3 3 2 തവണ 3⁻2 × 5 എന്നും എഴുതാം അല്ലേ. ഇനി അതുപോലെ തന്നെ 300നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം. നോക്കൂ, 300ൽ 2 ഉണ്ട് അല്ലേ. എത്ര രണ്ടാണ്? 150 അല്ലേ ഉള്ളത്. 300ൽ 3ൽ 1 2 ശിഷ്ടം 1 10ൽ 5 പിന്നെ 0 ഇടും. അപ്പം അങ്ങനെ 150 എന്ന് എഴുതാം. ഇനി 150ലും 2 ഉണ്ട്. എത്ര 2 ഉണ്ട്? 75 രണ്ടാണ് 150 അല്ലേ. അപ്പോൾ 75 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി 75ൽ 2 പോകുന്നില്ല, ശിഷ്ടം വരും. പിന്നെ 3 പറ്റുമല്ലോ. എത്ര 3ആണുള്ളത്? 25 3ആണ് 75 എന്ന് പറയുന്നത്. അപ്പോൾ 25 എന്നും താഴെ എഴുതിയിട്ടുണ്ട്. ഇനി 25ൽ 3ഉം പറ്റൂല, അതിലും ശിഷ്ടം വരും. അപ്പോൾ 5 നോക്കാം. 5 കറക്റ്റായിട്ട് പോകില്ലേ. 5 എത്രയാണ്? 5 5ആണ് 25. അപ്പോൾ താഴെ 5 എന്നും എഴുതിയിട്ടുണ്ട്. അതായത് 300 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 2 × 3 × 5 × 5 എന്ന് എഴുതാൻ പറ്റൂലേ. അതായത് 2⁻2 × 3 × 5⁻2 എന്ന് എഴുതാം. ഇനി നോക്കിയാൽ രണ്ടിലും പൊതുവായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? രണ്ടിലും 2 പിന്നെ 2 ഒന്നിൽ 2⁻3 ആണ്, ഒന്നിൽ 2⁻2 ആണ് അല്ലേ. അപ്പോൾ 2⁻2 രണ്ടിലുണ്ട്. അപ്പോൾ അത് എടുക്കണം. പിന്നെ രണ്ടിലും 3 ഒരു തവണ ഉണ്ട്. അപ്പോൾ 3 എടുക്കാം. പിന്നെ രണ്ടിലും 5 ഒരു തവണ ഉണ്ട്. അപ്പോൾ 5 കൊടുക്കാം അല്ലേ. അതായത് 2⁻2 × 3 × 5 എന്നുള്ളതിൻ്റെ ഘടകങ്ങളായിരിക്കും ഈ ഒരു രണ്ട് സംഖ്യൻ്റെ, അതായത് 360ൻ്റെയും 300ൻ്റെയും പൊതുഘടകമായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് 2⁻2ൻ്റെയും 3ൻ്റെയും 2⁻2 × 3 × 5ൻ്റെ ഘടകങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, 2⁻2ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം 2⁻2 ആണ് അല്ലേ. ഇനി അപ്പോൾ 2⁻2 × 3 × 5ൻ്റെ ഘടകങ്ങൾ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ടെക്സ്റ്റിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ പട്ടികയായിട്ട് എഴുതി നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നത് നോക്കൂ. ആദ്യം 3 കൊണ്ട് മേലുള്ള ആ 3 സംഖ്യനെയും ഗുണിക്കുക. ആദ്യത്തത് 3, പിന്നെ 2 × 3, പിന്നെ 2⁻2 × 3 അല്ലേ. പിന്നെ 5 കൊണ്ട് മേലുള്ള ഓരോന്നിനെയും ഗുണിക്കുക. അതായത് 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 തന്നെ എഴുതാം. പിന്നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 × 5, പിന്നെ 2⁻2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2⁻2 × 5. ഇനി അതിൻ്റെ താഴത്തെ 2 അല്ലേ, അതായത് 3 × 5 അല്ലേ. അതുകൊണ്ടാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ 3 × 5 എന്ന് എഴുതുക ആദ്യം. ഇനി അതിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 × 3 × 5, പിന്നെ 2⁻2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2⁻2 × 3 × 5. ഇത്രയും ഘടകങ്ങളാണ് 2⁻2 × 3 × 5 എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിനുള്ളത്. അപ്പോൾ അത് ഓരോന്നും എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നോക്കൂ, ഓരോ വരിയിലുള്ളതായിട്ട് നോക്കാം. 1ഉം 2ഉം 2² അല്ലേ. അതായത് 1 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ എഴുതുക. 2² എന്ന് പറഞ്ഞാൽ 4 എന്ന് എഴുതുക. അടുത്ത വരിയിലോ 3 ഉണ്ട്. 2 × 3 2 × 3 പറഞ്ഞാൽ എത്രയാണ്? 6 ഉണ്ട്. പിന്നെ 2² × 3 2⁻2 × 3 പറഞ്ഞാൽ 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 3 എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ. അപ്പോൾ 12 എന്ന് എഴുതി. ഇനി അടുത്ത വരിത്തതോ 5 ഉണ്ട്. പിന്നെ 2 × 5 ഉണ്ട്. 2 × 5 പറഞ്ഞാൽ 10 ആണ്. പിന്നെ 2⁻2 × 5 2⁻2 പറഞ്ഞാൽ 4 4 × 5 എന്ന് പറഞ്ഞാൽ പിന്നെ 20 അല്ലേ. അപ്പം 20 എന്നും എഴുതി. ഇനിയോ അടുത്ത വരിയിൽ 3 × 5 3 × 5 പറഞ്ഞാൽ പിന്നെ 3 5 15 അല്ലേ. അപ്പോൾ 15 എന്ന് എഴുതി. 2 × 3 × 5 എന്ന് പറഞ്ഞാലോ 2 × 3 6 6 × 5 എന്ന് പറഞ്ഞാൽ 30 ആണ് അല്ലേ. ഇനി അടുത്ത സംഖ്യ എന്താണ്? 2⁻2 × 3 × 5 അല്ലേ. 2⁻2 പറഞ്ഞാൽ എത്രയാണ്? 2 × 2 4 ആണ്. പിന്നെ 4 × 3 പറഞ്ഞാലോ 12 ആണ്. 12 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ് അല്ലേ. അപ്പോൾ 60 എന്നും എഴുതാം. ഇനി നോക്കൂ, 360ൻ്റെയും 300ൻ്റെയും പൊതുഘടകങ്ങളാണ് ഏതൊക്കെ? ഈ തന്നിട്ടുള്ള സംഖ്യകളൊക്കെ. ഇത് നമ്മളോട് എന്തും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പൊതുഘടക ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഏറ്റവും വലുത് ഏതാണ് ഇതിൽ? 60 ആണല്ലേ. അപ്പോൾ ഏറ്റവും വലിയ പൊതുഘടകം എന്നുള്ളതിന് 60 എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത സംഖ്യകൾ നോക്കാം. അപ്പോൾ അടുത്തത് 210ഉം 504 ആണ് അല്ലേ. അപ്പം അതിൻ്റെ പൊതുഘടകം ഏതാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഓരോന്നിൻ്റെയും എന്താണ് പ്രൈം ഫാക്ടേഴ്സ്, അതായത് അഭാജ്യ ഘടകങ്ങൾ, അഭാജ്യ സംഖ്യയായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കണം. അപ്പോൾ നോക്കൂ, 210ൻ്റെത് കാണാൻ വേണ്ടിയിട്ട് സൈഡിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? 210ൽ 2 ഉണ്ട് അല്ലേ. എത്ര രണ്ടാണുള്ളത്? 105 2ആണ് 210 എന്ന് പറഞ്ഞാൽ. അപ്പോൾ താഴെ 105 എന്ന് എഴുതാം. 105ൽ ഇനി 2 പൂർണ്ണമായിട്ട് പോകില്ല, പിന്നെ 3 പോകും അല്ലേ. അപ്പോൾ 3 എത്ര എണ്ണം ഉണ്ട്? പിന്നെ 10ൽ 3 ശിഷ്ടം 1 15ൽ 5 അങ്ങനെ 35 എന്ന് കിട്ടും അല്ലേ. ഇനി
35 3 കറക്റ്റ് പോകില്ല, 5 പോകുമല്ലോ. 5 എത്ര ഉണ്ട്? 7 5 35. അപ്പോൾ 7 എന്നും താഴെ എഴുതിയിട്ടുണ്ട്. അതായത് 210 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 3 × 5 × 7 എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ 504 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ നോക്കൂ, 504 എന്നുള്ളിൽ 2 പോകില്ലേ പൂർണ്ണമായിട്ട്. അപ്പോൾ 2 എത്ര ഉണ്ട്? 252 2ആണ് 504 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഈസി ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം 5-ൽ നോക്കുക. അപ്പോൾ 2 എന്ന് കിട്ടും, ശിഷ്ടം 1 ഉണ്ടാവും. 10-ൽ നോക്കുക, അപ്പോൾ 5 എന്ന് കിട്ടും. പിന്നെ 4-ൽ 2 ആണ്, അങ്ങനെ 252 എന്ന് കിട്ടി. ഇനി 252-ൽ 2 പൂർണ്ണമായിട്ട് പോകും. എത്രയാണ്? 2-ൽ 1 ഉണ്ട്, 5-ൽ 2 ഉണ്ട്, ശിഷ്ടം 1 ഉണ്ടാവും. 12-ൽ 6, അങ്ങനെ 126. ഇനി 126-ലും 2 ഉണ്ട് അല്ലേ. എത്ര 2ആണ്? 63 2ആണ് 126 എന്ന് പറഞ്ഞത്. അപ്പോൾ 63 എന്ന് എഴുതി. ഇനി 63-ൽ 2 പൂർണ്ണമായിട്ട് പോകില്ല, 3 പോകുമല്ലോ. എത്ര 3 ഉണ്ട്? 21 3ആണ് 63 എന്ന് പറയുന്നത്. അപ്പോൾ 21 എന്ന് എഴുതി. ഇനി 21-ലും 3 പോകും. എത്ര 3 ഉണ്ട്? 7 3ആണ് അല്ലേ. 7 ഒരു അഭാജ്യ സംഖ്യയാണല്ലേ, ഒരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇനി അതുവരെ മതി. അതായത് 504 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 2 × 2 × 3 × 3 × 7 എന്ന് എഴുതാം അല്ലേ. അതായത് 2^3 × 3^2 × 7 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നോക്കൂ, 2-ലും പൊതുവായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 2-ലും ഒരു 2 പൊതുവായിട്ട് വരുന്നുണ്ട്, 2-ലും ഒരു 3 പൊതുവായിട്ട് വരുന്നുണ്ട്, ഒരു 7 ഉണ്ട് അല്ലേ. അപ്പോൾ 2 × 3 × 7 ആണ് പൊതുവായിട്ട് വരുന്നതുള്ളത്. അതായത് 210-ൻ്റെയും 504-ൻ്റെയും പൊതുഘടകം ഏതാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 × 3 × 7-ൻ്റെ എല്ലാ ഘടകങ്ങളും കാണുക. അതെല്ലാം എന്തായിരിക്കും? 210-ൻ്റെയും 504-ൻ്റെയും പൊതുഘടകമായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചാർട്ടായിട്ട് എഴുതാം. അതായത് 2 എന്നുള്ളതിൻ്റെ ഘടകം ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് അല്ലേ. അപ്പോൾ 2 × 3 × 7-ൻ്റെത് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ താഴേക്ക് എഴുതാം. അതായത് പിന്നെ ആദ്യം 3 എന്ന് എഴുതാം. ഈ 1-നെ 3 കൊണ്ട് ഗുണിച്ചതാണ് 3 എന്ന് പറഞ്ഞത്. ഇനി 2-നെ 3 കൊണ്ട് ഗുണിച്ചത് 2 × 3 അല്ലേ. ഇനി അടുത്തത് 7 ആണ്. അപ്പോൾ 1-നെ 7 കൊണ്ട് ഗുണിച്ചത്, അപ്പോൾ 7 എന്ന് തന്നെ എഴുതാം. പിന്നെ 2-നെ 7 കൊണ്ട് ഗുണിച്ചത്, അപ്പോൾ 2 × 7 എന്ന് എഴുതാം. ഇനി അടുത്ത കളിയിൽ ആ താഴെയുള്ള 2 സംഖ്യകളിൽ, അതായത് 3 × 7 ചെയ്യുക. അപ്പോൾ 3 × 7. ഇനി 2-ന് 3 × 7 കൊണ്ട് ഗുണിച്ചത്, അതായത് 2 × 3 × 7 എന്നും എഴുതാം. ഇനി അത് ഏതൊക്കെയാണ് സംഖ്യകൾ? 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 2 × 3 പറഞ്ഞാൽ 6, പിന്നെ 7, 2 × 7 എന്ന് പറഞ്ഞാൽ 14, പിന്നെ 3 × 7 എന്ന് പറഞ്ഞാൽ 21, 2 × 3 × 7 എന്ന് പറഞ്ഞാലോ 42 അല്ലേ. അപ്പോൾ ഇത്രയും പൊതുഘടകങ്ങളാണ് 210-നും 504-നും ഉള്ളത്. പിന്നെന്താ നമ്മൾ എഴുതേണ്ടത്? ഏറ്റവും വലിയ പൊതുഘടകം ഏതാണ്? ഏറ്റവും വലുത് ഇതിൽ ഏതാണ്? 42 അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ പൊതുഘടകം എന്നുള്ളതിനെ നമുക്ക് 42 എന്നും എഴുതാൻ പറ്റും. അടുത്ത സംഖ്യ നോക്കൂ, 336-ൻ്റെയും 588-ൻ്റെയും പൊതുഘടകമാണ് കാണേണ്ടത് അല്ലേ. അപ്പം അതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ്, അതായത് പിന്നെ അഭാജ്യ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് 336-നൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 336-നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? 336-ൽ 2 പൂർണ്ണമായിട്ട് പോകുമല്ലോ. എത്രയാണ് കിട്ടുക? 3-ൽ 1 ശിഷ്ടം 1, 13-ൽ 6 അല്ലേ, 6 12 ശിഷ്ടം 1, 16-ൽ 8, അങ്ങനെ 168 എന്ന് കിട്ടുമല്ലോ. 336-ൽ 168 2ആണ് ഉള്ളത്. ഇനി 168-ലും 2 പൂർണ്ണമായിട്ട് പോകും. എത്രയുണ്ട്? 16-ൽ 8, 8-ൽ 4, അങ്ങനെ 84 എന്ന് കിട്ടും അല്ലേ. ഇനി 84-ലും 2 പൂർണ്ണമായിട്ട് പോകും. എത്രയാണ്? 42 ആണ്. 42-ലും 2 പൂർണ്ണമായിട്ട് പോകും. 21 ആണ് അല്ലേ. 21-ൽ 2 ഇല്ല, 3 ഉണ്ടല്ലോ. എത്രയാണ്? 7 ആണ്. അപ്പം 336 എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2 × 3 × 7 എന്ന് എഴുതാം. അതായത് 2⁴ × 3 × 7. ഇനി നോക്കൂ, 588-നെ സ്പ്ലിറ്റ് എഴുതാം അല്ലേ. എങ്ങനെ എഴുതണമെന്ന് സൈഡിൽ നോക്കൂ. 588-ൽ 2 പൂർണ്ണമായിട്ട് പോകുമല്ലോ. എത്രയാണ്? 5-ൽ 2 2 ഉണ്ട്, ശിഷ്ടം 1, 18-ൽ 9 2, പിന്നെ 8-ൽ 4 2, അങ്ങനെ 294 എന്ന് കിട്ടിയില്ലേ. ഇനി 294-ൽ 2 പോകുമല്ലോ. 2-ൽ 1 ഉണ്ടാവും, പിന്നെ 9-ൽ 4 2, ശിഷ്ടം 1, 14-ൽ 7, അങ്ങനെ 147 എന്ന് കിട്ടും. 147-ൽ 2 പൂർണ്ണമായിട്ട് പോകില്ല, പിന്നെ 3 പോകും അല്ലേ. 3 എത്ര ഉണ്ട്? 49 3ആണ് 147 എന്ന് പറഞ്ഞത് അല്ലേ. അതായത് 14-ൽ നോക്കുക. അപ്പോൾ പിന്നെ എത്രയാണ്? 4 3 കിട്ടും, ശിഷ്ടം 2, 27-ൽ 9 3 അല്ലേ, അങ്ങനെ 49 എന്ന് കിട്ടും. 49-ൽ 2 ഇല്ല, പൂർണ്ണമായിട്ട് പോകില്ല, 3ഉം ശിഷ്ടം വരും, 5ഉം ശിഷ്ടം വരും, 7 പൂർണ്ണമായിട്ട് പോകില്ല. 7 എത്രയാണ്? 7 7 ആണ് 49 എന്ന് പറഞ്ഞത്. അതായത് 588 എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 3 × 7 × 7, അതായത് 2 പ്രാവശ്യം, അതായത് 2⁻2 × 3 × 7 2 പ്രാവശ്യം, അപ്പോൾ 7⁻2 എന്ന് എഴുതാൻ പറ്റും.
ഇനി നോക്കൂ, രണ്ടിലും പൊതുവായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 2/4 ഒന്നിൽ 2/2 ആണല്ലേ. അപ്പോൾ 2/2 രണ്ടിലും ഉണ്ട്. അപ്പോൾ 2/2 എന്ന് എടുക്കാം. പിന്നെ 3 രണ്ടിലും ഉണ്ട്. അപ്പോൾ ഇൻറ്റു 3 എന്ന് എടുക്കാം. പിന്നെ 7 ഒന്നിൽ 7ഉം 7/2 ആണ്. അപ്പോൾ 7 രണ്ടിലും ഉണ്ട്. അപ്പോൾ 7 എന്ന് എടുക്കാം. അതായത് 2/2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞ സംഖ്യയുടെ ഘടകങ്ങളൊക്കെ എന്തായിരിക്കും? 336ൻ്റെയും 588ൻ്റെയും പൊതുഘടകങ്ങളായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് 2/2 ഇൻറ്റു 3 ഇൻറ്റു 7ൻ്റെ ഘടകങ്ങൾ എന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കാണുന്നത്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തു അല്ലേ? എങ്ങനെയാണ്? ആദ്യം 2/2ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എഴുതുക. 1ഉം 2ഉം 2/2. പിന്നെ ബാക്കിയുള്ളതൊക്കെ വെച്ച് ഇതിനെല്ലാം ഗുണിക്കണം അല്ലേ? അതായത് 3നെയും ഗുണിക്കണം, 7നെയും ഗുണിക്കണം, 3 ഇൻറ്റു 7നെയും ഗുണിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഓരോ വരിയിലായിട്ടും ചെയ്തിട്ടുണ്ട് നോക്കൂ. 1, 2, 2/2 എന്ന് ആദ്യം എഴുതി. ഇനി ആദ്യം 3 കൊണ്ട് ഗുണിച്ചിട്ടുള്ളത്. അപ്പോൾ 3, പിന്നെ അടുത്തത് 2 ഇൻറ്റു 3, പിന്നെ 2/2 ഇൻറ്റു 3. ഇനി 7ന് ഇതിനെല്ലാം ഗുണിക്കണം. അതായത് 7, 2 ഇൻറ്റു 7, 2/2 ഇൻറ്റു 7. ഇനി 3 ഇൻറ്റു 7നും എല്ലാം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 ഇൻറ്റു 7, 2 ഇൻറ്റു 3 ഇൻറ്റു 7, 2/2 ഇൻറ്റു 3 ഇൻറ്റു 7. ഇനി ഇതൊക്കെ എത്രയാണ് സംഖ്യകൾ നമുക്ക് താഴെ എഴുതാം. അതായത് 1, 2, പിന്നെ 2/2 പറഞ്ഞാൽ 4, പിന്നെ 3, 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6, 2/2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12, പിന്നെ 7, പിന്നെ 2 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 14, 2/2 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 7 അല്ലേ? അപ്പോൾ എത്രയാണ്? 28, പിന്നെ 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 21, 2 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 42 എന്ന് കിട്ടും. പിന്നെ 2/2 ഇൻറ്റു 3 ഇൻറ്റു 7, 2/2 എന്ന് പറയുമ്പോൾ 4, 4 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 84 എന്നും കിട്ടും. അതായത് 336ൻ്റെയും 588ൻ്റെയും പൊതുഘടകങ്ങളാണ് ഇവയൊക്കെ. പിന്നെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണ് ഇതിൽ? 84 ആണല്ലേ. അപ്പോൾ നമുക്ക് വലിയ പൊതുഘടകം എന്നുള്ളതിന് 84 എന്ന് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി ഈ പേജിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അതിൽ 3 ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് അല്ലേ. ഫസ്റ്റത്തെ എന്താണ്? 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കൂ, ഒരു അഭാജ്യ സംഖ്യയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം പിന്നെ ആ സംഖ്യയാണ് അല്ലേ. അപ്പോൾ 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളാവുമ്പോൾ 1ഉം ആ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും വേറെ വേറെ ആയിരിക്കും. അപ്പോൾ 1 എല്ലാത്തിനും കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? 1 ആണ് അല്ലേ. ഏറ്റവും വലിയ പിന്നെ പൊതുഘടകം എന്ന് പറഞ്ഞത് അതിൽ 1 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 ഭാജ്യസംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം ഒന്നാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭാജ്യസംഖ്യ അല്ലാത്തതൊക്കെ ഭാജ്യസംഖ്യയാണ് അല്ലേ. അപ്പോൾ ആ ഭാജ്യസംഖ്യയുടെ ഏറ്റവും വലിയ പൊതുഘടകം ഒന്നാകുമോ? നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഈ പേജിൽ തന്നെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരുപാട് സംഖ്യകളുടെ പൊതുഘടകം, ഏറ്റവും വലിയ പൊതുഘടകം ഏതാണെന്ന് കണ്ടുല്ലേ. ഒന്നല്ലാത്ത ഒരുപാട് സംഖ്യകൾ ഓരോന്നിനും വരുന്നുണ്ട്. പക്ഷെ 1 വരുമോ എന്നാണ് ചോദിക്കുന്നത്. 1 വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയത്, അതായത് ഇപ്പോൾ 8ൻ്റെയും 9ൻ്റെയും ഏറ്റവും വലിയ പൊതുഘടകം ഏതാണെന്ന് നോക്കുക. 8ൻ്റെ പൊതുഘടകങ്ങൾ 8ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 8ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് അങ്ങനെ ചെറിയ സംഖ്യയൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി. അത് ഏതൊക്കെ ഗുണനപ്പട്ടികയിലുണ്ട് നോക്കിയാൽ മതി അല്ലേ. 8 ഏതിലൊക്കെ വരുന്നുണ്ട്? 1-ൽ വരുന്നുണ്ട്, 2-ൽ വരുന്നുണ്ട്, 4-ൽ വരുന്നുണ്ട്, 8-ലും വരുന്നുണ്ട് അല്ലേ. അതുപോലെ 9 ഏതിലൊക്കെ വരുന്നുണ്ട്? 1-ലും 3-ലും 9-ലും അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ പൊതുവായിട്ട് വരുന്നത് 8ൻ്റെയിലും 9ൻ്റെയിലും പൊതുവായിട്ട് വരുന്നത് 1 മാത്രമാണ് അല്ലേ. 1ൻ്റെ ഗുണനപ്പട്ടികയിൽ മാത്രമാണ് 8ഉം 9ഉം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ഏറ്റവും വലിയ പൊതുഘടകം എന്ന് പറഞ്ഞത് അതിൽ പിന്നെ 1 അപ്പോൾ 1ഉം വരാം അല്ലേ. അപ്പോൾ 2 ഭാജ്യസംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം 1 ആകുമോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതെ, എസ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 സംഖ്യകളെ അവയുടെ ഏറ്റവും വലിയ പൊതുഘടകം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ നോക്കൂ, നമ്മൾ ആദ്യത്തെ ഈ പേജിൽ തന്നെയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കുറേ പേഴ്സ് എടുത്തുകൊണ്ട് നമ്മൾ നോക്കിയില്ലേ. 5 ക്വസ്റ്റ്യൻസ് ഇട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ. സംഖ്യകൾ എടുത്തിട്ട് അവയുടെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ ആ ഇങ്ങനെ കണ്ടുപിടിച്ച എല്ലാ സംഖ്യ കൊണ്ടും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ആ ഒരു സംഖ്യനെ ഹരിച്ചാൽ ഇതിനെ കിട്ടുന്ന സംഖ്യേൻ്റെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണെന്ന് നോക്കുക. അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്? 1 ഏറ്റവും വലിയ പൊതുഘടകം കിട്ടുന്നത്. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ സംഖ്യകൾ എടുത്തുകൊണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പൊതുഘടകമായിട്ട് കിട്ടുന്നത് 1. അതായത് 2 സംഖ്യകൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണെന്ന് കാണുക, എന്നിട്ട് ആ ഘടകം കൊണ്ട് ഓരോ സംഖ്യനെയും ഹരിക്കുക. എന്നിട്ട് ആ കിട്ടുന്ന ഒരു ഉത്തരം ഉണ്ടാവില്ലേ, അതിൻ്റെ പൊതുഘടകം ഏതാണ്, അതിൻ്റെ ഏറ്റവും വലിയ പൊതുഘടകം ഏതാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് 1 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ പേജിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ താഴെ കുറച്ച് അന്വേഷണങ്ങൾ എന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം, നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.